നിങ്ങളുടെ ആധാർ അപ്ഡേറ്റഡ് ആണോ അതോ ഇപ്പോഴും ആ പഴയ ഫോട്ടോ തന്നെയാണോ ഉള്ളത്? നിങ്ങളുടെ പേരിൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. 2025 നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം NTA പുറപ്പെടുവിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നർത്ഥം. എല്ലാ ഫീൽഡുകളും അപ്ഡേറ്റഡ് ആയിരിക്കണം. അപാർ ID എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷന് കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷന് കീഴിൽ ഓരോ വിദ്യാർത്ഥികൾക്കും ഒരു അപാർ ID നിശ്ചയിക്കുകയാണ് ഗവൺമെൻറ്. അപാർ ID എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി. ഒരു വിദ്യാർത്ഥിയുടെ അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട് ഏത് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുകയാണെങ്കിലൊക്കെ എല്ലാ അപ്ലിക്കേഷനിലും ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ വിദ്യാർത്ഥിയുടെ ഡീറ്റെയിൽസ് വരണം എന്നുള്ളത് കാരണം ഒരു അപാർ ID കുട്ടികൾക്ക് നൽകുകയാണ്. അപ്പോൾ ഈ അപാർ ID നിശ്ചയിക്കുകയാണെങ്കിൽ, അപാർ ID ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റിലുള്ള ഡീറ്റെയിൽസ് ആയിരിക്കണം ഈ പറഞ്ഞ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതും നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത്, നീറ്റ് പരീക്ഷയ്ക്കൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് ഈസിലി അവരുടെ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ആവാനും അതുപോലെ തന്നെ കുട്ടികളുടെ ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫേഷ്യൽ റെക്കഗ്നിഷൻ ഡാറ്റ അടക്കം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. മൊബൈൽ നമ്പർ, അത് വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ നൽകുക. OTP കിട്ടുന്ന മൊബൈൽ നമ്പർ തന്നെ നിങ്ങൾ നൽകുക. എന്നാൽ മാത്രമാണ് ഈ പറഞ്ഞ അപാർ IDയും എല്ലാം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ആധാറിലുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തണം. അപ്ലിക്കേഷനിൽ യാതൊരുവിധ തെറ്റും ഇല്ലാതിരിക്കാനാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ JEEയുടെ അപ്ലിക്കേഷനിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടികളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, കുട്ടികളുടെ ഫോട്ടോയുമായി ബന്ധപ്പെട്ട്. ഇത് എക്സാമിനേഷൻ വെന്യൂവിൽ കുട്ടികൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടി അഡ്മിറ്റ് കാർഡ് സ്വീകരിച്ച് എക്സാം വെന്യൂവിൽ കുട്ടികൾ എത്തുന്നത് ആ ഒരു പ്രോസസ്സ് വരെ എളുപ്പമാക്കാൻ ഈ ഒരു സിസ്റ്റം എളുപ്പമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാ വിദ്യാർത്ഥികളും ഇന്ന് തന്നെ പോയിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ നിങ്ങൾ കൊടുക്കുക. 10ാം ക്ലാസ്സിലുള്ള ബോർഡ് എക്സാമിനേഷനിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ഡീറ്റെയിൽസ് ഉള്ളത് ആ ഡീറ്റെയിൽസ് തന്നെ നിങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ നമ്പർ, വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ നൽകുക. ഓക്കെ. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നീറ്റ് പരീക്ഷയ്ക്ക് നിന്ന് മാത്രമല്ല, NTA കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള നാഷണൽ ലെവൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ ഈ റൂള് ഇനി ബാധകമാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ആധാർ എല്ലാം അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. താങ്ക്